Dear students, welcome to NAVS Plus 2 English class. ഇന്ന് നമ്മൾ എടുക്കുന്നത് മൊഡ്യൂൾ 4 ബോലി. ബോലി എന്ന് പറയുന്ന സ്റ്റോറിയാണ് എന്നെടുക്കുന്നത്. The story Boli revolved about Sulega, a girl called Boli. ഇത് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അവളുടെ പേര് സുലേഖ എന്നാണ്. എന്നാൽ അവളെ വിളിക്കുന്നത് ബോലി എന്നാണ്. Due to her simple and backward nature, കാരണം അവൾ വളരെ സിമ്പിളും അതേപോലെ തന്നെ എന്താണ് അവൾക്ക് കുറച്ച് കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ ആ പരിമിതി കാരണമാണ് അവളെ ബോലി എന്ന പേരിൽ അറിയപ്പെട്ടത്. As a child, ഇപ്പോൾ ഒരു കുട്ടിയായിരുന്ന സമയത്ത് she suffered a brain injury and later smallpox. ഇവിടെ കുട്ടിക്കാലത്ത് ഇവൾക്ക് ഒരു ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായി. ബ്രെയിൻ എന്താണ് ഒരു പരിക്ക് പറ്റുകയും കൂടാതെ സ്മോൾ പോക്സ് പിടിപെടുകയും ചെയ്തു. ഈ കാരണത്താലാണ് അവൾക്ക് വളരെയധികം എന്താണ് അവൾ ഒരു ബാക്ക്വേർഡ് ആയിട്ട് മാറിയത്. ആ സ്മോൾ ബോക്സ് പിടിപെട്ടിട്ട് അവളുടെ മുഖത്തൊക്കെ എന്താണ് കലകളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രെയിൻ ഇഞ്ചുറി വന്നതിനാൽ അവൾക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, സ്റ്റാമറിംഗ് ഉണ്ട്, വിച്ച് ലെഫ്റ്റ് ഹെർ ഫേസ് ഡിസ്ഫിഗേർഡ്. ഇങ്ങനെ ഈ സ്മോൾ ബോക്സ് വന്നത് കൊണ്ട് അവരുടെ മുഖമൊക്കെ ആകെ എന്താണ് കറുത്ത പുള്ളികൾ വന്നിട്ട് ആകെ ഡിസ്ഫിഗേർഡ്, ഒരു വല്ലാത്ത എന്താണ് രൂപമായി മാറിയിരുന്നു. സ്പീച്ച് സ്റ്റാമേഡ്, വിക്കിക്കൊണ്ടായിരുന്നു അവൾ എന്ത് ചെയ്ത് സംസാരിച്ചത്. സോ നെഗ്ലക്റ്റഡ് അറ്റ് ഹോം ആൻഡ് മോക്ക്ഡ് ബൈ അതേഴ്സ്. അതിനാൽ അവിടെ ആ സ്വന്തം വീട്ടിൽ തന്നെ അവർക്ക് എന്ത് നേരിടേണ്ടി വന്നു? അവഗണന നേരിടേണ്ടി വന്നു. മാത്രമല്ല മറ്റുള്ളവരും അവളെ കാണുമ്പോൾ എന്താണ് പരിഹസിച്ച് ചിരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു കുട്ടിക്ക് അംഗവൈകല്യവും ഒപ്പം തന്നെ എന്താണ് മുഖത്ത് കുറെ എന്താണ് വികലതകളും വന്നപ്പോൾ ആ സ്വന്തം വീട്ടുകാരും സമൂഹവും ഏത് രീതിയിലാണ് കണ്ടത് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ബോലി എന്നതിന്റെ കഥ. സാധാരണഗതിയിൽ അത്തരം കുട്ടികൾക്ക് നമ്മൾ എന്താണ് അവരോട് നമ്മൾ സഹതാപം കാണിക്കുകയും അവർ നമ്മളെ പോലെ ഒരു കുട്ടിയെ പോലെ എന്താണ് നമ്മളെ ഒരാളായിട്ട് നമ്മൾ കാണുകയും മറ്റ് ഒരു എന്താണ് വേർതിരിവ് ചെയ്യാതെ അവർക്ക് എല്ലാ തരത്തിലുള്ള അംഗീകാരവും കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ് അവളുടെ സ്വന്തം വീട്ടുകാർ തന്നെയാണ് അവളെ ആദ്യം അവഗണിച്ചത്, കൂടാതെ മറ്റുള്ളവരെ പരിഹസിക്കുകയും ചെയ്തു. എങ്കിലും ബോലി ഗ്രൂ അപ്പ്, ബോലി വളർന്നു വന്നു ഇൻ സൈലൻസ് ആൻഡ് ഫിയർ. അവൾ നിശബ്ദമായിട്ടും ഭയത്തോടും കൂടിയാണ് വളർന്നു വന്നത്. And his father Lamla sent her to school. അപ്പോൾ ഇവിടെ എന്താണ് ഇവളുടെ ഒരു ബാധ്യതയാണ് ആ കുടുംബത്തിന്. എങ്കിലും അവളെ അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്നതിന് വേണ്ടി അവളുടെ അച്ഛനായിട്ടുള്ള രാംലാൽ അവളെ എന്ത് ചെയ്തു? സ്കൂളിലേക്ക് അയച്ചു. He sees little chance for her getting married. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റ് മക്കളില് ഇവൾ എന്താണ് ഒരു അംഗവൈകല്യമുള്ള ഒരു കുട്ടിയായതുകൊണ്ട് ഒരു ബാധ്യതയായി മാറുന്നു. മാത്രമല്ല അയാൾ ചിന്തിച്ചത് എന്താണ് ഇവിടെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വളരെയധികം ചുരുങ്ങിയ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ, ആരെങ്കിലും വന്ന് കഴിച്ചാലായി എന്നൊക്കെയുള്ള ചിന്ത. എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും കഴിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ബാധ്യത എടുക്കുക എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് രാംലാലെത്തി. ബോലി ലേഡ് എ ലോട്ട്, പക്ഷെ ബോലി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആൻഡ് ഗെയിൻഡ് കോൺഫിഡൻസ്, അവൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസം, കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഷീ സ്പീക്ക് വിത്തൗട്ട് സ്റ്റാമറിംഗ്. അങ്ങനെ അവള് പതുക്കെ എന്താണ് അവള് വിക്കൊന്നുമില്ലാതെ സംസാരിച്ചു തുടങ്ങി. യെസ്, ബോലി ഗ്രൂ അപ്പ് ആൻഡ് വില്ലേജ് ബിക്കേം എ സ്മോൾ ടൗൺ. അങ്ങനെ ബോലി വളർന്നു വന്നു. അവളുടെ ആ വില്ലേജ് പിന്നീട് എന്തായി മാറി? ഒരു ചെറിയ ടൗൺ പോലെയായി വളർന്നു വന്നു. വെൻ ഹെർ പാരന്റ്സ് അറേഞ്ച്ഡ് ഹെർ മാരേജ് ടു ബിഷാംബർ, എ ഗ്രോസർ. അങ്ങനെ എന്താണ് ഇവരുടെ പേരൻസ് ബോലിയെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവരുടെ പേരാണ് ബിഷാംബർ, എ ഗ്രോസർ. അദ്ദേഹം എന്താണ് ഒരു കച്ചവടക്കാരനായി. മച്ച് ഓൾഡർ ദാൻ ബോലി, കാരണം ബോലിയേക്കാൾ വളരെയധികം എന്താണ് വയസ്സുണ്ടായിരുന്നു. ആൻഡ് വിത്ത് ചിൽഡ്രൻ ഫ്രം പ്രീവിയസ് മാരേജ്, അദ്ദേഹത്തിന്റെ മുൻപത്തെ കല്യാണത്തിലുള്ള വിവാഹത്തിലുള്ള എന്താണ് കുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ തന്റെ കുട്ടിയെ ഒരു ബാധ്യത തീർക്കാൻ വേണ്ടി അവളേക്കാൾ പ്രായമുള്ള ഒരാളുടെ തലയിൽ വെച്ച് കെട്ടാനാണ് രാംലാൽ എന്താക്കിയത് ശ്രദ്ധിച്ചത്. ബട്ട് ബോലി ഇനീഷ്യലി അഗ്രീഡ് ദ മാരേജ്,
ആദ്യം ബോലി എന്ത് ചെയ്തു? ആ മാരേജിനെ സമ്മതിച്ചു. തന്റെ പേരൻസ് പറഞ്ഞതിനോട് അവൾ യോജിക്കുകയും ചെയ്തു. Her disfigured condition during December demanded dowry. അങ്ങനെയാണ് വിവാഹ സമയത്ത് ഇവരുടെ ശരിക്കുള്ള ആ മുഖം ഡിസംബർ കാണുകയും അപ്പോൾ ആ മുഖത്തിന് എന്താണ് വളരെ എന്താണ് സ്മോൾ ബോക്സ് വന്ന പാടുകളുണ്ട്, ഡിസ്ഫിഗേർഡ് ആണ്. അപ്പോൾ അയാൾ അവിടെ വെച്ച് ഒരു ഡിമാൻഡ് പറയുന്നു, അയാൾക്ക് എന്ത് വേണം? സ്ത്രീധനം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ വിവാഹ സമയത്താണ് ഈ ഡിമാൻഡ് ആര് വെക്കുന്നത്? നമ്മുടെ ഡിസംബർ വെക്കുന്നത്. ബോലി ബ്രേവ്ലി റിഫ്യൂസ്ഡ് ടു മാരി ഹിം. അവൾ വളരെയധികം എന്താണ് ബുദ്ധിപരമായി ധൈര്യത്തോടു കൂടി എന്ത് ചെയ്തു? ആ വിവാഹം നിഷേധിച്ചു. അയാൾ പറഞ്ഞു, ഇനി ഈ ഇദ്ദേഹത്തെ ഞാൻ എന്താണ് വിവാഹം കഴിക്കുകയില്ല. തന്റെ എന്താണ് അയാൾക്ക് തന്നെയല്ല വേണ്ട, തന്റെ എന്താണ് തന്നിൽ നിന്ന് കിട്ടുന്ന പണമാണ്, സ്ത്രീധനമാണ് വേണ്ടത്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? നിരസിച്ചു. പോലീസ് ഫാമിലി ഷോക്ക്ഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ബോലിയുടെ എന്താണ് ഫാമിലി വല്ലാതെ എന്താണ് ഞെട്ടിപ്പോയി. കാരണം വിവാഹ സമയത്താണ് ഇങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുന്നതോ. മാത്രമല്ല ഡിമാൻഡ് വെച്ച് പൈസ വേണമെങ്കിൽ ആര് രാംലാൽ കൊടുക്കും, പക്ഷേ അവൾ എന്ത് ചെയ്യുന്നു? കല്യാണം നിരസിക്കുന്നു. ഇത്തരത്തില് എന്താണ് സോ ഹീസ് ഗ്രീഡി ആൻഡ് ഡിസ്റെസ്പെക്റ്റ്ഫുൾ പേഴ്സൺ. അത്യാഗ്രഹിയും ഒട്ടും ബഹുമാനമില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ആര്? നമ്മുടെ വിഷാംറ എന്ന് ആർക്ക് മനസ്സിലായി? ബോലിക്ക് മനസ്സിലായി. ബോലി വെന്റ് ടു ഹിസ് പ്രീവിയസ് സ്കൂൾ. അപ്പോൾ ബോലി മുമ്പ് പഠിച്ച തന്റെ സ്കൂളിൽ പോയി. മീറ്റ് ഹർ ടീച്ചേഴ്സ്. അവിടെ പോയിട്ട് തന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരെയൊക്കെ എന്ത് ചെയ്തു? അവൾ കണ്ടു. ആൻഡ് ഷീ എക്സ്പ്ലെയിൻഡ് ഹർ സ്റ്റോറി. അവൾ അവളുടെ ഈ കഥകളൊക്കെ ആരോട് പറഞ്ഞു കൊടുത്തു? ആ ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുത്തു. When they assured her a teacher post in that school. അങ്ങനെ ആ സ്കൂളിൽ അവൾക്ക് അവരെന്താണ് ഒരു അധ്യാപികയായിട്ട് ഒരു പോസ്റ്റ് എന്താണ് ഉറപ്പ് കൊടുത്തു. ആ സ്കൂളിൽ തന്നെ, അവൾ പഠിച്ച സ്കൂളിൽ തന്നെ അവൾക്ക് അധ്യാപികയായിട്ട് ജോലി ചെയ്യാനുള്ള എന്താണ് ഒരവസരം ആ ടീച്ചേഴ്സ് അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് ബോലിയുടെ ജീവിതത്തിലെ ഏറ്റവും അൺഎക്സ്പെക്ടഡ് ഈവന്റ് ആണ്, അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു. കാരണം കല്യാണ വിവാഹ സമയത്ത് വരന്റെ മുമ്പിൽ വെച്ച് എന്താണ് അവഗണന നേരിട്ടു. മാത്രമല്ല തന്റെ എന്താണ് അംഗവൈകല്യത്തിലും തന്റെ സംസാരത്തിലും തന്റെ എന്താണ് വ്യക്തിത്വത്തെയും അവഗണിക്കുന്ന വീട്ടുകാർക്കും സമൂഹത്തിനും കിട്ടിയ ഏറ്റവും വലിയ എന്താണ് ഒരു തിരിച്ചടിയായിരുന്നു ഇത്. ബോലി എന്താണ് ഡിസൈഡഡ് ടു ജോയിൻ ഇൻ ദാറ്റ് സ്കൂൾ. അങ്ങനെ ആ സ്കൂളിൽ ചേർന്നിട്ട് ജോലി ചെയ്യാൻ വേണ്ടി, അങ്ങനെ സ്വന്തം കാലിൽ നിന്ന് മറ്റാരെയും ആശ്രയിക്കാതെ ജോലി ചെയ്യാനുള്ള ഒരു തന്റെ ഇടം, കോൺഫിഡൻസ് ആർക്ക് കിട്ടിക്കഴിഞ്ഞു? ബോലിക്ക് കിട്ടിക്കഴിഞ്ഞു. ഷീ ബിക്കേം കോൺഫിഡൻസ് ആൻഡ് സെൽഫ് അഷ്വേർഡ് വുമൺ. അങ്ങനെ വളരെയധികം കോൺഫിഡൻസും അങ്ങനെ സ്വയം എന്താണ് ജീവിതം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ജീവിതം എന്താണ് സ്വമേധയ ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു എന്താണ് വ്യക്തിത്വത്തിനുടമയായിട്ട് ബോലി മാറുകയും ചെയ്തു. ഇതോടുകൂടി കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് എന്താണ് ഗുഡ് സ്റ്റോറി ആൻഡ് ദി സ്റ്റോറി ഗിവ്സ് us ഗുഡ് മെസ്സേജ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അംഗവൈകല്യമുള്ള കുട്ടികളെ വീട്ടുകാരായാലും നാട്ടുകാരായാലും ആരായാലും എന്താണ് അവഗണിക്കാൻ പാടില്ല. അവർക്ക് കൊടുക്കേണ്ട കൺസിഡറേഷൻ കൃത്യമായ രീതിയിൽ നമ്മൾ എന്താണ് കൊടുത്തിരിക്കണം. അപ്പോൾ കൃത്യമായി സമ്മറി നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നന്നായിട്ട് മനസ്സിലാക്കുക. സമ്മറി നന്നായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ ഏത് ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്താണ് ഉത്തരം എഴുതാൻ കഴിയും.